അല്ലാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും സ്നേഹിച്ചു. നാം ആ സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ 1000 അനുസ്മരണങ്ങളും അനുസ്പന്ദനങ്ങളും നാം കേട്ടിട്ടുണ്ട്. പ്രവാചകന്റെ അനുയായികൾ സ്നേഹിച്ചത്, അല്ലാഹുവിന്റെ പ്രവാചകനെ പ്രപഞ്ചം സ്നേഹിച്ചത്, ഈ മണ്ണും വെണ്ണും തരുക്കളും താരകങ്ങളും പ്രവാചകനെ സ്നേഹിച്ചത്, മാമലകളും മാമയിലുകളും ഈ പ്രവാചകന്റെ അനുരാഗത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത്, ഈ കാണുന്ന മാമരങ്ങളും കൽക്കൂട്ടങ്ങൾ പോലും പ്രവാചകന്റെ മുന്നിൽ അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചത്, ചന്ദ്രനും സൂര്യനും പ്രവാചകന്റെ മുമ്പിൽ വഴിപ്പെട്ടു നിന്നത്, എന്തിനേറെ ലോകത്ത് ദേവരെ ആരും കാണാത്ത അനുരാഗത്തിന്റെ 1000 സ്നേഹത്തിന്റെ 1000 അനുരാഗ കൊട്ടാരത്തിന്റെ കൽചിന്തകൾ പ്രവാചകന്റെ മുമ്പിൽ പറഞ്ഞ ഈ റബീഉൽ അവ്വലിൽ നാം ചിന്തിക്കാതെ പോയ ഒരു സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹം മറ്റൊന്നുമല്ല, ആദരവായ പ്രവാചകനും അള്ളാഹുവും തമ്മിലുള്ള സ്നേഹം. അതൊരു വല്ലാത്ത സ്നേഹമായിരുന്നു. അള്ളാഹു പ്രവാചകനെ സ്നേഹിച്ചു. ആ പ്രവാചകനെ സ്നേഹിച്ചതിന്റെ ഒരു വലിയ പതിപ്പായിരുന്നു മിഅ്റാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മിഅ്റാജിന്റെ സന്ദേശമാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തെല്ലാവരും ധാരാളം സ്നേഹിച്ചിട്ടുണ്ട്. എത്രയോ സർവാധിപതികളും സച്ചാധിപതികളും ഒക്കെ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. ആ ഏകാധിപതികളെയും നായകന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ അനുയായികൾ സ്നേഹിക്കുന്നതിന്റെ അപ്പുറം അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികൾ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സാക്ഷാൽ മുഹമ്മദ് അസദ് പോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ചാരത്ത് നിന്നിട്ട് പറഞ്ഞത്, പച്ചക്കുപ്പയ്ക്ക് കീഴിൽ അന്തിയുറങ്ങുന്ന നേതാവേ, അങ്ങയുടെ അനുയായികൾ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു നേതാവിനെയും അനുയായികൾ സ്നേഹിച്ചിട്ടില്ല. കാരണം ലോകം മുഴുവനും കിടുകിടാ വിറപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോകത്തിന്റെ ഏകാധിപതി ആയിരക്കണക്കിന് അനുയായികളെ തന്റെ കൈമുട്ടുകളുടെ പുറകിൽ അണിനിർത്തി അഡോൾഫ് ഹിറ്റ്ലർ അവസാനം മരണസമയത്ത് എല്ലാ അനുയായികളും കൈയൊടിഞ്ഞ് 1945 ഏപ്രിൽ 30-ാം തീയതി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോ സ്വന്തം അനുയായികൾ പോലും കൈയൊടിഞ്ഞ് ആത്മഹത്യയുടെ മുമ്പിലോട്ട് കവാടത്തിലോട്ട് കടന്നു പോകുമ്പോ അഡോൾഫ് ഹിറ്റ്ലറിന്റെ അവസാന നിമിഷത്തിന് സാക്ഷിയായത് അയാളുടെ കാമുകി ഇവാ ബ്രൗണും അയാൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു വളർത്തുപട്ടിയുമായിരുന്നു എന്നത് ചരിത്രമാണ്. ലോകം മുഴുവനും അടക്കി ഭരിക്കാൻ ഇറങ്ങി തിരിച്ച ലക്ഷക്കണക്കിന് അനുയായികളെ പതാകയ്ക്ക് കീഴിൽ കൂട്ടിയ ബെനിറ്റോ മുസോളിനിയെ സ്വന്തം അനുയായികൾ പോലും മിലാൻ പാലത്തിലേക്ക് കെട്ടിത്തൂക്കിയ കഥയാണ് പറയാനുള്ളതെങ്കിൽ, ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പറയുന്ന ലോകം കീഴടക്കാൻ, യൂറോപ്പ് കീഴടക്കാൻ വെമ്പിക്കൊണ്ടുനിന്ന് അലക്സാണ്ടറിന് നെപ്പോളിയൻ ബോണപ്പാർട്ടിനും വാട്ടർലൂ യുദ്ധത്തിൽ അവസാനം പരാജയപ്പെട്ട് കടൽക്കരയിലൂടെ അലഞ്ഞു നീങ്ങുന്ന ഒരു യാത്രാക്കപ്പലിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ പിടഞ്ഞു മരിച്ച കഥയാണ് പറയാനുള്ളതെങ്കിൽ, ലോകത്തുള്ള എല്ലാ നേതാക്കളുടെയും അവസാന കാലഘട്ടത്തിൽ അനുയായി പോലും ചാരത്തില്ലായിരുന്നുവെങ്കിൽ നാം അറിയുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവ് ആരെന്നറിയുമോ? നേതാവിനെ അനുയായികൾ അവസാന ഘട്ടത്തിൽ സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയുമോ? ആ പ്രവാചകന്റെ ഒരു അനുയായി ഈത്തപ്പഴത്തോട്ടത്തിൽ ഈത്തപ്പഴം മുറിക്കുന്ന കത്തിയുമായിട്ടിരിക്കുമ്പോ ആരോ വന്നിട്ട് അനുയായിയോട് പറഞ്ഞു, പത്രേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തായി പോയി. അനുയായി കയ്യിലിരിക്കുന്ന മൂർച്ചയുള്ള കത്തിയും പിടിച്ചുകൊണ്ട് ചോദിച്ചു, പത്രേ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായോ? അതെ, അള്ളാന്റെ റസൂല് വഫാത്തായി പോയി. തന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ വിയോഗവാർത്ത അറിയേണ്ട താമസം അനുയായി തന്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയുള്ള കത്തിയെടുത്തുകൊണ്ട്, അള്ളാന്റെ റസൂലില്ലാത്ത മദീന എനിക്ക് നീ കാണണ്ട എന്ന് പറഞ്ഞ്, ഇതേവരെ ഞാൻ കണ്ടുറക്കുമ്പോൾ മദീനയിൽ എന്റെ നേതാവുണ്ട്, ഞാൻ കണ്ണടക്കുമ്പോൾ എന്റെ റസൂലിന്റെ തിരുവചനം കണ്ടിട്ടാണ് എന്റെ കൺപോളയടക്കുക. എന്റെ നേതാവില്ലാത്ത, അള്ളാന്റെ റസൂലില്ലാത്ത മദീന എനിക്ക് നീ കാണണ്ട എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കളഞ്ഞ ഒരു അനുയായി ലോകത്ത് ഏതെങ്കിലും നേതാവിന് കിട്ടിയിരുന്നുവെങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും നേതാവ്, നമ്മുടെ കൽബിന്റെ രാജാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. എത്രയെത്രയോ അനുരാഗത്തിന്റെ അനുസ്മരണകൾ നമുക്ക് പറയാനുണ്ട്. എന്റെ പ്രവാചകന്റെ കാലിലൊരു മുല്ലുകൊള്ളുന്നതിനേക്കാൾ ഈ കൊലക്കയറാണ് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് തന്റെ പ്രവാചകന് നേരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊലക്കയറെടുത്ത് കടുപ്പിലേക്കിട്ട് മോഹനാംഗിയുടെ കണ്ടാഭരണം പോലെ കൊലക്കയർ വാങ്ങിച്ച എത്രയോ അനുയായികൾ റസൂലുള്ളാഹിക്ക് കടന്നു പോയിട്ടുണ്ട്. പ്രവാചകനെ തന്റെ അനുയായികൾ സ്നേഹിച്ചതിന്റെ അനുസ്മരണമാണത്. പക്ഷേ സഹോദരങ്ങളെ, 1000 ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോ മടമ്പുകാല് നൊന്തിട്ട് എവിടേക്ക്
നടക്കണമെന്നറിയാതെ പാതിപടിയിൽ പതറി നിൽക്കുന്നവരെ ഇവിടെ നിങ്ങൾ അറിയുമോ? ലോകത്ത് അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരെന്നറിയുമോ? അത് മറ്റാരുമല്ല ഈ ലോകത്തിന്റെ സർവലോക സിട്ടാവായ സർവലോക സംരക്ഷകനായ സർവലോക പരിപാലകനെ സർവസംഹാരകനെ സർവാധിപതിയെ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെങ്കിൽ, അള്ളാന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെങ്കിൽ ആ അനുരാഗത്തിന്റെ ഒരു പതിപ്പ് മാത്രമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ തന്റെ പ്രണയ മന്ദിരത്തിലേക്ക് അള്ളാഹു കൂട്ടിക്കൊണ്ടുപോയത്. ആരെയാണോ താൻ പ്രണയിച്ചത്, ആരെയാണോ താൻ അനുരാഗിച്ചത്, ആർക്കു വേണ്ടിയാണോ ഉച്ഛ്വാസ നിശ്വാസങ്ങൾ മുഴുവനും തന്റെ ജനിയും മൃത്യുവും എന്തിനു വേണ്ടി മാറ്റിവെച്ചോ ആ അള്ളാഹുവിനോടുള്ള അനുരാഗത്തിന്റെ 1000 സ്പന്ദനങ്ങളിൽ ഒരു സ്പന്ദനമാണ് മിഅ്റാജ്. ആ മിഅ്റാജ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇന്നലെ നാം നരകത്തിന്റെ ചൂട് പറഞ്ഞു, ഇന്ന് മനസ്സിന്റെ ചൂട് മാറ്റാൻ ചൂടിന്റെ ലോകത്തോട്ട് പോയ പ്രവാചകന്റെ അത്ഭുതകരമായ യാത്രയുടെ കഥ പറയുകയാണ് നാം. അള്ളാഹു പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയെന്നറിയുമോ? നമുക്കൊരാളോട് മറ്റൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹഭാജനത്തിന് ഒരിക്കലും നാം പേര് പറഞ്ഞു വിളിക്കാറില്ല. നമുക്ക് വല്ലാതെ സ്നേഹം മുന്തിക്കടിയുമ്പോ ആ സ്നേഹഭാജനത്തിന് വിളിക്കാൻ നമ്മുടെ നാവുകൾക്ക് എന്തോ ഒരു തിടുക്കമാണ്. കരളെ എന്ന് വിളിക്കുന്നവർ, പൊന്നെ എന്ന് വിളിക്കുന്നവർ, കനകമേ എന്ന് വിളിക്കുന്നവർ, അത് പ്രേമത്തിന്റെ മറ്റൊരു സ്വരൂപമാണ്. ഒരിക്കലും നാം സ്നേഹം വല്ലാതെ കൂടിക്കടിയുമ്പോ ആ സ്നേഹം ആരോടാണോ കൂടുന്നത് അവരെ നമ്മൾ പേര് ചൊല്ലി വിളിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയാണ്? എല്ലാ പ്രവാചകന്മാരുടെ പേരും അല്ലാഹു പറഞ്ഞു വിളിച്ചിട്ടുണ്ട്. അല്ലാഹു ഇബ്രാഹിം നബിയെ വിളിച്ചത് യാ ഇബ്രാഹിമു ഐരിൽ അൻഹാദാ, ഇബ്രാഹിമേ ഖലീലിനെ അല്ലാഹു പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ മാത്രമല്ല കലീമായ മൂസാ നബിയെയും അല്ലാഹു പേര് ചൊല്ലിയാണ് വിളിച്ചത്. യാ മൂസാ ഇന്നി സ്തഫൈതുക അലന്നാസി ബിറിസാലാതി വ ബികലാമി. ഖുർആൻ ഇതിന് സാക്ഷ്യപത്രമാണ്. ഓ മൂസ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്, ഓ ഇബ്രാഹിമേ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. ഈസാ നബിയെയും അല്ലാഹു വിളിച്ചത് യാ ഈസാ, ഓ ഈസാ എന്നാണ്. ഇത് ഖാല അല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വ റാഫിഉക ഇലയ്യ വ മുതഹ്ഹിറുക. യാ ഈസാ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. നൂഹ് നബി അല്ലാഹു വിളിച്ചത് യാ നൂഹ് എന്നാണ്. യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഓ നൂഹ് എന്ന് അല്ലാഹു പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ വിളിച്ചത് പേര് ചൊല്ലിയിട്ടാണ്. യാ ആദമുസ്കുൻ അൻത വ സൗജുകൽ ജന്ന, ഓ ആദമേ നീയും നിന്റെ ഭാര്യയും സ്വർഗ്ഗത്തിൽ പോയിക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിയെ വിളിച്ചത് പേര് വിളിച്ചിട്ടാണ്. യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി, ഓ ദാവൂദേ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു ദാവൂദ് നബിയെ വിളിച്ചത്. അല്ലാഹു സുലൈമാൻ നബിയെ വിളിച്ചത് യാ സുലൈമാൻ എന്നാണ്. അല്ലാഹു ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു വിളിച്ചത് പേര് ചൊല്ലിയിട്ടാണെങ്കിൽ എന്റെ പ്രവാചകന്, നിങ്ങളുടെ നേതാവിനെ, അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പ്രവാചകനെ അല്ലാഹു വിളിച്ചില്ല യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് വിളിച്ചില്ല, ഓ മുഹമ്മദ് എന്ന് വിളിച്ചില്ല. അല്ലാഹു വിളിച്ചത് എങ്ങനെയെന്നറിയുമോ? യാ അയ്യുഹൽ മുദ്ദസിർ, യാ അയ്യുഹൽ മുസമ്മിൽ, യാസീൻ ത്വാസീൻ ത്വാഹ. അല്ലാഹു വിളിച്ചത് ത്വാഹ എന്നാണ്. അല്ലാഹു വിളിച്ചതോ യാസീനായ നബിയെ എന്നാണ്. താഹയായ നബിയെ, മുസമ്മിലായ നബിയെ, മുദ്ദസിറായ നബിയെ. അല്ലാഹു പ്രവാചകനെ ഒരു സ്ഥലത്തും അല്ലാഹു പേര് ചൊല്ലി വിളിച്ചിട്ടില്ല. കാരണം അല്ലാഹുക്ക് അത്രയേറെ സ്നേഹമാണ് പ്രവാചകനോട്, പ്രവാചകൻ അത്രയേറെ അനുരാഗമാണ് അല്ലാഹുവിനോട്. അല്ലാഹു പേര് ചൊല്ലി വിളിച്ചിട്ടില്ല. പേര് ചൊല്ലി വിളിച്ചില്ലെന്ന് മാത്രമല്ല, അല്ലാഹു പേര് ചൊല്ലി വിളിച്ചില്ലെന്ന് മാത്രമല്ല, ലോകാവസാനം വരെ വരുന്ന മനുഷ്യരോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഞാൻ പേര് ചൊല്ലി വിളിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളും എന്റെ പ്രവാചകനെ പേര് വിളിക്കരുത്. ലാ തജഅലൂ ദുആകും കദുആഇ ബഅലികും ബഅള.
ലാ തജ്അലൂ ദുആഅകും കദുആഇ ബഅലികും ബഅലാ. നിങ്ങൾ പരസ്പരം പേര് ചൊല്ലി വിളിക്കുന്നത് പോലെ ഞാൻ വിളിച്ചിട്ടില്ല എന്റെ ദൂതരെ പേര് ചൊല്ലി നിങ്ങളും ആ ദൂതരെ പേര് ചൊല്ലി വിളിക്കരുത് എന്ന് അല്ലാഹു ലോകത്തോട് പറഞ്ഞു കൊടുത്തുവത്രേ. അല്ലാഹു പറഞ്ഞു. അല്ലാഹും പ്രവാചകനും തമ്മിലുള്ള സ്നേഹം എന്തായിരുന്നു? ലോകത്തെല്ലാരും നബിതങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് നബിതങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാ? അള്ളാഹു നബിതങ്ങളെ സ്നേഹിച്ചത് ഇങ്ങനെയായിരുന്നു. ഇത് ഞാൻ പറയുന്നത് മേറാജ് പറയാൻ വേണ്ടിയാണ്. അള്ളാഹു പേര് ചൊല്ലി വിളിച്ചില്ല. എന്നിട്ട് ലോകത്തോട് പറഞ്ഞു നിങ്ങളും അങ്ങനെ വിളിക്കല്ലേ, നിങ്ങളും അങ്ങനെ വിളിക്കല്ലേ. നീ അങ്ങനെ നിങ്ങൾ റസൂലുള്ളാഹിയെ വിളിക്കാൻ പാടില്ല. വിളിച്ചാൽ തന്നെ റസൂലുള്ളാഹിയെ നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ പരസ്പരം വിളിക്കുന്നത് പോലെ വിളിക്കരുത്. നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ വിളിക്കരുതെന്ന് മാത്രമല്ല, ആ പ്രവാചകന്റെ അടുക്കൽ പോയി നിങ്ങൾ ശബ്ദമുയർത്തി പോലും വിളിക്കാൻ പാടില്ല. അള്ളാഹുവിന് എന്തോ ഒരു സ്നേഹമാണ് ആ ഹബീബിനോട്. അള്ളാഹു പറഞ്ഞു ആ പ്രവാചകനെ നിങ്ങൾ പേര് ചൊല്ലി വിളിക്കില്ല എന്ന് മാത്രമല്ല, ഉച്ചത്തിൽ പോലും വിളിക്കാൻ പാടില്ല. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم بعضا ولا تجهروا له بالقول അല്ലാഹു പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, എന്റെ പ്രവാചകനെ നിങ്ങൾ ശബ്ദമുയർത്തി വിളിക്കരുത്. റസൂലുള്ളാഹിയുടെ ശബ്ദത്തെക്കാളേറെ നിങ്ങളുടെ ശബ്ദമുയരാൻ പാടുള്ളതല്ല. ആയത്തിറങ്ങേണ്ട താമസം പിറ്റേ ദിവസം മുതൽ ഒരു സഹാബിയെ കാണുന്നില്ല. ദിവസവും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മുടങ്ങാതെ വന്ന സഹാബി, ആ സഹാബിയെ കാണാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ തിരുദൂതരെ നോക്കി ആ സഹാബി എവിടെ പോയി? റസൂലുള്ള ചോദിച്ചു ഇന്ന സഹാബി എവിടെ? നബിയെ, കുറെ ദിവസമായിട്ട് അങ്ങയുടെ മുമ്പിലേക്ക് അയാൾ വരുന്നില്ല. പോയി വിളിച്ചു കൊണ്ടുവരിക. എന്താണ് വരാത്തതെന്ന് അന്വേഷിക്കുക. എന്തെങ്കിലും അസുഖമായി കിടക്കുകയാണോ? അനുചരന്മാര് പ്രവാചകന്റെ ദൂതുമായി അനുയായിയുടെ മുമ്പിലെത്തി. റസൂലുള്ള നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, എന്തേ നിങ്ങൾ വരാത്തതെന്തേ? എന്തേ പ്രവാചകന്റെ സന്നിധിയിൽ വരാത്തതെന്തേ? ആ സമയത്ത് ആ സഹാബി പൊട്ടിക്കരയുകയാണ്. കാരണം അന്വേഷിച്ചു. എന്താണ്? ആ സമയത്ത് അനുചരൻ പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മെ നിരോധിച്ചില്ലേ, പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. എന്റെ ശബ്ദം സ്വതവേ പരുക്കനായൊരു ശബ്ദമാണ്. എന്റെ ശബ്ദം കുറച്ച് ബാസുള്ള ശബ്ദമാണ്. എത്ര പതുക്കെ പറഞ്ഞാലും അത് റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നു പോകും. അതുകൊണ്ട് ഞാൻ ഭയക്കുകയാണ്. എന്റെ ശബ്ദം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തിയാൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ പാഴാകുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് വരാത്തതാണെന്ന് അവിടുത്തെ അനുയായി പറഞ്ഞതായി ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു സഹാബി വന്നില്ല. കാരണം ഞാൻ പയ്യെ പറഞ്ഞാല് എന്റെ ശബ്ദം ഒരു ഇച്ചിരി ഓവറായ സൗണ്ടാണ്, എന്റെ സൗണ്ട് മാതിരി. അപ്പൊ അതുകൊണ്ട് പയ്യെ പറഞ്ഞാലും പറവൂര് കേൾക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞ സഹാബി മാറി നിന്നു. ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ഈ വിഷയം. യുടെ മേറാജ് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഈ അനുരാഗം പറഞ്ഞിട്ട് മേറാജ് പറഞ്ഞാലേ മേറാജ് മനസ്സിലാവൂ, മേറാജിന്റെ സന്ദേശം മനസ്സിലാവൂ. അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകനെ അള്ളാഹു സ്നേഹിച്ചത് ഇത്രയേറെയായിരുന്നു.